നല്ല സിനിമകളാണെങ്കിൽ പരാജയപ്പെടില്ലല്ലോ. നല്ല സിനിമകളാണല്ലോ ഉണ്ടാവുന്നത്. അതിൻ്റെ ലാഭം കൂട്ടാൻ തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുക എന്നുള്ളതല്ലല്ലോ. വേതനം കുറയ്ക്കുന്ന എനിക്കറിയത്തില്ല, ഇത് എന്ത് ഇക്വേഷൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. അടുത്ത പ്രൊജക്റ്റ് ഏതാണ് വരാനുള്ളത്? ഇപ്പോൾ കണ്ട സിനിമയുടെ കോമഡി വേർഷൻ പരിവാർ എന്ന് പറഞ്ഞൊരു പടം റിലീസ്. ഓക്കെ. പിന്നെ മരണമാസമുണ്ട്, സർക്കിട്ടുണ്ട്. മരണമാസിൽ ബേസിലിൻ്റെ കൂടെയും ഉണ്ട്, ബേസിലിൻ്റെ കൂടെ അല്ലാതെ ഉണ്ട്. അതിൽ കുറേ റൂമേഴ്സ് വരുന്നത് ബേസിൽ ടോവി കോംബോ ഒന്നിക്കുന്നു വീണ്ടും കണ്ട് റൂമേഴ്സ് വരുന്നുണ്ട്. ബേസിൽ ടോവിനോ രണ്ട് ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുന്നുണ്ട് റൂമേഴ്സ് അല്ലേ? ഞാനും കേട്ടു. ഞാൻ ത്രൂട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. വിഷഭേദം പോലത്തെ പടം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നുള്ളതല്ല, അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മലയാളികളെല്ലാവരും ഞെട്ടി കുത്തിരിക്കുന്ന ഒരു വാർത്ത കേട്ടിട്ട് June 1 മുതൽ മലയാള സിനിമ ഇനി ഉണ്ടാവില്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. തിയേറ്ററിൽ പ്രതീക്ഷിക്കുന്നില്ല ഇതുവരെ ഉള്ളത്. അപ്പോൾ മലയാളികളുടെ ഒരു ഇമോഷനാണ് സിനിമ എന്ന് പറയുന്നത്. അത് പെട്ടെന്നൊരു വാർത്ത കൊണ്ട് ഒന്ന് നിർത്തി എന്ന് പറയുമ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻ ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ്. എന്ത് കേട്ടപ്പോൾ എന്ത് തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ എത്രയോ ഓരോ 5 വർഷം കൂടുമ്പോൾ ഇതുപോലത്തെ ഓരോ സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. സിനിമ എന്തായാലും നിൽക്കാനൊന്നും പോകുന്നില്ല. ലോകത്തൊരിടത്തും സിനിമ ഒന്നും നിൽക്കത്തൊന്നുമില്ല. പിന്നെ ചില ബ്രേക്കുകളുണ്ടാവും. ചിലപ്പോൾ നല്ലതിന് വേണ്ടിയാവും, ചിലപ്പോൾ അങ്ങനത്തെ ബ്രേക്കുകൾ ഉണ്ടാവാതെ തന്നെ അവർ നോക്കും. എല്ലാവരും സിനിമ നന്നാക്കാൻ, സിനിമ ഇൻഡസ്ട്രിയെ നിലനിർത്താൻ വേണ്ടി, സിനിമ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സിനിമ നിൽക്കുകയല്ല. അത് അതിനു വേണ്ടിയുള്ള ഒരു നല്ല സമരത്തിന്റെ തുടക്കമാണോ? നല്ലൊരു മാറ്റത്തിന്റെ സമരത്തിന്റെ തുടക്കം. പല മേഖലകളും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം കൂട്ടായ ഒരു ചർച്ചയിലൂടെ ഒരു പരിഹാരം അവർ കണ്ടെത്തി. ഒരു വ്യവസായമല്ലേ, അതങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. മുന്നോട്ട് പോകുമായിരിക്കും. മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. സിനിമ ഏതായാലും നിൽക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും പറയുന്നത് ഈ താരങ്ങളുടെ അമിതമായ വർധനവ്, താരമൂല്യങ്ങളുടെ സാറ്റലൈറ്റ് വാല്യൂ, അല്ലെങ്കിൽ OTT സെയിലാകുന്നില്ല, അങ്ങനെയുള്ള വാക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. OTT അവർ വാങ്ങാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അവർ പറയുന്ന എമൗണ്ട് വാങ്ങണം. അല്ലെങ്കിൽ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ OTT റൈറ്റ്സ് പോകുന്നുള്ളൂ. അതിൽ തന്നെ സിനിമ വിജയിച്ച് ജനങ്ങൾക്ക് കാണണമെന്ന് തോന്നിയാൽ മാത്രമേ അവരത് എടുക്കാറുള്ളൂ. അപ്പോൾ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ വന്ന് സിനിമകളുടെ നിലവാരം കൂടുകയും, നല്ല സിനിമകളാണെങ്കിൽ പരാജയപ്പെടില്ലല്ലോ. നല്ല സിനിമകളാണല്ലോ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനത്തെ സിനിമകൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതെല്ലാം നടന്നു പോയിക്കോളും. ഒരു OTTയിൽ നിന്നുള്ള പണമോ സാറ്റലൈറ്റിൽ നിന്നുള്ള പണമോ കൊണ്ട് മാത്രമല്ലല്ലോ ഒരു ബിസിനസ് വിജയിക്കേണ്ടത്. അതായത് സിനിമ വിജയിക്കേണ്ട പ്രേക്ഷകർ കണ്ടിട്ടാണ്. അപ്പോൾ സിനിമകൾ പ്രേക്ഷകർ കാണുമ്പോൾ സിനിമ വ്യവസായം നിലനിൽക്കും. സിനിമ പ്രേക്ഷകർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല സിനിമ. അപ്പോൾ നല്ല സിനിമകൾ വരട്ടെ, നല്ല സിനിമകൾ ഉണ്ടാക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കട്ടെ. ഓക്കെ. ഈ താരങ്ങളുടെ വേതനം കുറച്ചാൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? താരങ്ങളുടെ വേതനം കുറച്ചാൽ പല റിപ്പീറ്റായിട്ട് പല പടങ്ങളും സാമ്പത്തികമായിട്ട് ഒരു സ്ഥാപനം ത്തിന്റെ ലാഭം കൂട്ടാൻ തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുക എന്നുള്ളതല്ലല്ലോ. പ്രൊഡക്റ്റ് നന്നായാൽ അത് വിറ്റുപോകും, കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. വേതനം കൂടുതൽ കൊടുക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ ആത്മാർത്ഥതയോടെ പണിയെടുക്കും. അപ്പം വേതനം കുറയ്ക്കൽ മാത്രമല്ല അതിൻ്റെ ഒരു ശരിയായ വഴി. നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ നല്ല പ്രൊഡക്റ്റുകൾ ജനങ്ങൾ എന്തായാലും സ്വീകരിക്കും. നല്ല സിനിമകൾ ഉണ്ടാക്കിയല്ലേ വേണം. വേതനം കുറയ്ക്കുന്ന എനിക്കറിയത്തില്ല, ഇത് എന്ത് ഇക്വേഷൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. നിർമ്മാതാക്കൾ പറയേണ്ട ഉത്തരവാണത്. ഞാനൊരു നടനാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കിയാണോ വേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ ശമ്പളവും ബാക്കി കാര്യങ്ങളും ഒക്കെ വലിയ ആൾക്കാരുടെ കാര്യങ്ങളാണ്. നമ്മൾ മീഡിയം ലെവലിൽ പണം ചെയ്തു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് അതിനെപ്പറ്റിയൊന്നും ഇത്ര വലിയ കണക്കുകളൊന്നും നമുക്കറിയത്തില്ല. കോടികളുടെ കണക്ക് നിർമ്മാതാക്കൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലെന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. പക്ഷെ നല്ല സിനിമകൾ നല്ലതാണെങ്കിൽ ആത്യന്തികമായ പ്രേക്ഷകർക്ക് ഒരു നല്ല സിനിമയും കൈവിട്ടിട്ടില്ല. തിയേറ്ററിൽ അതുപോലെ ആൾക്കാർ വരും, നല്ല കളക്ഷനും വരും. അപ്പോൾ നല്ല കളക്ഷൻ വരുന്ന സിനിമകൾക്ക് വേതനം ഒരു പ്രശ്നമാറില്ല. അപ്പോൾ സിനിമകളെല്ലാം കളക്ട് ചെയ്യട്ടെ. സിനിമകളെല്ലാം കളക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
നല്ല സിനിമ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വാർത്ത വന്നപ്പോ വിനായകൻ ചേട്ടൻ ഇട്ട പോസ്റ്റ് പറഞ്ഞാല് കണ്ടിട്ടില്ല, വിനായകന്റെ പോസ്റ്റ് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ മരണമാസം ആവട്ടെ. ഓക്കെ, താങ്ക് യു. സ്വന്തമായി